ഞങ്ങൾ എവിടെ ദർസ് നടത്തണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുന്നു. ഉഷാദെ, ഇജ്ജെന്തിനാ വയറുവേദന ഉണ്ടാണ്? അനക്കെന്തിനാ അപ്പം അതിന് ഇത്ര വലിയ ബേജാറ്? ഇജ്ജ് ഞങ്ങൾ നാട്ടിൽ ദർസ് നടത്തി ആ ദർസ് നിന്ന് പഠിച്ചു കാണ്ടല്ല ഇജ്ജ് ഇങ്ങനെ മൊയന്തായത്. പക്ഷെ എനിക്ക് ഇബിലീസിൻ്റെ ഇൽമായി പോയി എന്നുള്ളേ ഉള്ളൂ. പഠിച്ചേച്ച് ഞങ്ങൾ ദർസം തന്നെയാണല്ലോ, പഠിച്ചത് ഞങ്ങളെ കോളേജിൽ നിന്നും പഠിച്ചത് ഞങ്ങളെ ഉസ്താദുമാരുടെ അടുത്തുനിന്നും ഒക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് ഇബിലീസിൻ്റെ ഇൽമായി പോയി എന്നുള്ളതാണ്. ഇബിലീസിൻ്റെ ഇൽമായി പോയി എനിക്ക് എന്നുള്ളേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നും എനിക്കില്ല. ഏതായാലും അവൻ പറയുന്നുണ്ട് ദർസിനൊന്ന് കളിയാക്കുന്നുണ്ടോ. സംഭവം ആ സംഭവം വളരെ ഉഷാറായിട്ട് നടക്കുന്നുണ്ടടാ. നിങ്ങൾ നാട്ടിൽ ദർശനത്തിയാലും കാട്ടിൽ ദർശനത്തിയാലും സമാനം. ഞങ്ങൾ കാട്ടിലും നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ ഞങ്ങൾ കാട്ടിലും നടത്തിയിട്ടുണ്ട്. ആ അജ്ജന്തേജ് ഞങ്ങളെ മശായിഖന്മാർ മടവൂർ CM വലിയുല്ലാഹി പിന്നെ കാട്ടിലും ദർസ് നടത്തിയിട്ടുണ്ട്. അത് കണ്ടിക്കണേച്ച് പ്രത്യേക ഫലമൊന്നുമില്ല. അത് ഫലം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ട് അത് ഞങ്ങൾ തീരുമാനിക്കണ കാര്യമാണ്. മനസ്സിലായോ? ഫലം അതിൻ്റെ മറ്റുള്ള കാര്യവും ഞങ്ങൾ തീരുമാനിക്കണം. ഞങ്ങൾക്കുള്ള ദർസ് പള്ളി ദർസിൽ നടക്കുന്നുണ്ട്, കോളേജിലും നടക്കുന്നുണ്ട്. വലിയ പദ്ധതി കൊണ്ടുവന്നു, ഞങ്ങൾ പൊളിച്ചു. അത് എൻ്റോനെ ഞങ്ങൾ കൊടുന്ന പദ്ധതിയുടെ ഒരു വാലുമ്പ പോലും തൊടാൻ പറ്റിയിട്ടില്ല ഈ കാലം വരെ. തൊടാൻ കഴിയൂല്ല. മനസ്സിലായോ? എന്നിട്ട് പദ്ധതി ഞങ്ങൾ പൊളിച്ചു. എൻ്റെ ഒലക്കേജ് പൊളിച്ചിങ്ങനെ പോകാൻ്റെ പണിയൊക്കെ. എല്ലാവരും കൂടി 5 ലക്ഷം ആളുകൾ മുന്നിലിരുന്നിട്ട് വിദേശത്ത് നിന്ന് ഒരാളെ കൊണ്ടുവരിക, ആ ആളെ കൊണ്ടുവന്നിട്ട് പ്രഖ്യാപിക്കുക, ഇത് നിങ്ങൾക്ക് ഷെയ്ഖാണ്, ഇത് നിങ്ങൾക്ക് പീറാണ്, മുർഷിദാണ്, ഇതാണ് നിങ്ങളെല്ലാം, വേറെ എടുക്കും പോകണ്ടെന്ന് പറയാ. അതെ, ഞങ്ങൾ ചിലപ്പോൾ 5 ലക്ഷം ആൾക്കാരെ മുന്നിലിരുത്തും, ചിലപ്പോൾ 10 ലക്ഷം ആൾക്കാരെ മുന്നിലിരുത്തും, ചിലപ്പോൾ 10 ആൾക്കാരെ മുന്നിലിരുത്തും. ചിലപ്പോൾ ഞങ്ങൾ വിദേശത്തു നിന്ന് ആളെ കൊണ്ടുവരും, ചിലപ്പോൾ ഞങ്ങൾ സ്വദേശത്തു നിന്ന് ആളെടുക്കും. ഇജ്ജെന്തിനായും കയ്യെ നോക്കണത്? പൂച്ചക്ക് എന്തത്തെ പൊന്നുരുക്കണോടുത്ത്, അനക്കെന്തത്തെ ഞങ്ങളുള്ളടുത്ത്. അപ്പോൾ ഭയങ്കര ചർച്ച എടുക്കുകയാണ്. അതീവ രഹസ്യമായുള്ള സംഭവം എങ്ങനെ നമ്മൾ അറിഞ്ഞു എന്നാണ്. ഭയങ്കര ചർച്ചയാണ്. അതീവ രഹസ്യമായിട്ടുള്ള സംഗതി ഇപ്പം എങ്ങനെ പോകാൻ അറിഞ്ഞു എന്നുള്ള ചർച്ചയാണ്. ആരെങ്ങ എന്നെപ്പറ്റി ചർച്ചന ഉണ്ടാവില്ല. ഒരു മഹ്ലൂക്ക് ഞങ്ങളെ നേതൃത്വത്തിൽപ്പെട്ട ഒരൊറ്റ ഒരാൾ കുരുവട്ടൂര് നൗഷാദ് എന്നുള്ളൊരു ചർച്ചയേ ഇല്ല. ഇജിങ്ങനെ ഡയലോഗ് അറിയാമെന്നല്ലാതെ നമ്മളറിഞ്ഞ എങ്ങനെയാണെന്നല്ല ആ പദ്ധതി കേൾക്കില്ലേ, അതൊന്നും ഇവിടെ മശായിഖുള്ള കാലത്തോളം നടക്കാൻ പോണില്ല. ആര് എൻ്റെ കോമാടനുള്ള കാലത്തോളം നടക്കാൻ പോണില്ലെന്നോ? എനിക്ക് നടത്തി കാണിച്ചു തരാം എല്ലാം. ഞങ്ങൾ തീരുമാനിച്ച ഓരോ പദ്ധതികളും ഇങ്ങനെ കണ്ടോ. 2027 ആകുമ്പത്തിന് കേട്ടോ. പുറത്തുനിന്ന് ആൾ കൊണ്ടുവന്നിട്ട് പ്രഖ്യാപിക്കണാണോ വിലായത്ത്? അല്ലെ അകത്തുള്ള എക്സിക്യൂട്ടീവ് പറയണ വിലായത്ത്? അതിൻ്റെ ഒരു വഴിയില്ല ഇവിടെ. ആ വഴി ഏതാ? മശായിഖ് പ്രഖ്യാപിച്ചു കൊടുക്കും. ഇതിനെൻ്റെ കാട്ടുകള്ളൻ്റെ വിലായത്തല്ലേ. എൻ്റെ കള്ളൻ്റെ വിലായത്താവുമ്പോഴാണ് ആ ബുദ്ധിമുട്ട്. കാട്ടുകള്ളനുമായി കൊണ്ട് യാതൊരു ബന്ധമല്ല. ഓൻ കാട്ടുകള്ളനല്ലേ, പെരുങ്കള്ളനല്ലേ. മടവൂര് ശൈഖുന വരുമ്പോൾ തന്നെ വലിയായി വന്നതാ. അതിലെല്ലാവരും ഇത്തിഫാക്കാണേ. മടവൂര് ശൈഖുന വലിയായിട്ടാണ് വന്നിട്ടുള്ളതെന്നുള്ള എല്ലാ ആളുകളും ഇത്തിഫാക്കില്ല. നിങ്ങൾ മാത്രമേ ഉള്ളൂ പ്രശ്നം. കുരുവട്ടൂരികൾ പറഞ്ഞു കൊളാക്കുക. അത് ലോകത്തോട് പ്രഖ്യാപിച്ചത് മശായിഖ, അത് വ്യക്തമാക്കി കൊടുത്തത് ഉലമാ. അതാണ് അതിന്റെ രീതി. ആ രീതിക്കപ്പുറം എന്തുകൊണ്ട് വന്നാലും കേരളത്തിൽ ചെലവാകൂല. മോനെ ദിനേശൻ, ഞങ്ങൾ എന്ത് കൊടുന്ന് ചെലവഴിക്കണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ കൊടുന്ന ഇതുവരെ ഒന്നും ചെലവാക്കാതെ നിന്നിട്ടില്ല. എന്ത് പദ്ധതി കൊടുന്ന ആ പദ്ധതി ചെലവാക്കാതിരുന്നിട്ടില്ല. മനസ്സിലായി എനിക്ക്? ഇപ്പം എന്താ അവസ്ഥ? നാട്ടുദർശന ആളുകളെ തെണ്ടി നടക്കുക. എവിടുന്ന ഈ കുഞ്ഞാപ്പ് വരുന്നേ? നാട്ടുദർശന ആളുകളെ തെണ്ടി നടക്കണം. ഒൻ്റെ പോത്തെ കരുമ്പോത്തെ ഒന്ന് നോക്ക്. ഞങ്ങളുടെ ഓരോ യൂണിറ്റുകളിലും വെള്ളിയാഴ്ച സുബൈക്ക് 6 മണിക്ക് ശേഷം എത്ര വോയിസ് എൻ്റെ ഫോണിൽ വന്നിട്ട് ഓരോ നാട്ടിൽ ആളെ കിട്ടാഞ്ഞിട്ട് ഓരോരുത്തൻ്റെ അടുത്തുനിന്ന് സ്വയം വയലൊക്കെ റെക്കോർഡാക്കി എനിക്ക് അയച്ചത്. നമ്മളീത്ത ഓരോ റെക്കോർഡുകളും ഓൻ അയച്ചു കൊടുക്കണേ, എല്ലാവരും അയച്ചു കൊടുക്കണേ. ഓനല്ലേ ഇവിടുത്തെ ഷെയ്ഖ്. ഇഞ്ചൊന്ന് പോയിക്കാങ്ങായി ഇഞ്ചെൻ്റെ പണിയൊക്കെ എല്ലാം ഓൻ അയച്ചു കൊടുത്തിരുന്നു. ഇതിങ്ങോട്ട് പറയുമ്പോൾ ആൾക്കാരെന്ത് വിചാരിക്കാറ്? നബ്ബനെ എന്താണ് ഇവനൊരു മുസ്തഫറുള്ളതേ. അപ്പോൾ അതിൽ പറയുന്നുണ്ട് നമ്മളെ ദുനിയാവും ആഖിറവും ഒക്കെ സലാമത്താകാൻ ഈ ദർസിൽ പങ്കെടുത്താൽ മതി. മഹ്ശറ മുറ്റത്ത് നമ്മൾ വരുമ്പോൾ ഈ ദർസിൽ പങ്കെടുത്തവരെ പ്രത്യേകം വിളിക്കപ്പെടുന്നതാണ്. ഉറപ്പല്ലേ? മഹ്ശറ മുറ്റത്ത് വന്ന ഈ ദർസിൽ പങ്കെടുത്തവരെ പ്രത്യേകം വിളിക്കപ്പെടും. കാരണം 5 ലക്ഷം ജനങ്ങൾ ഒന്നിച്ചിരുന്ന് കണ്ടുള്ള ഓത്തല്ലേ.
അതിൽ പങ്കെടുത്ത അള്ളാഹു പ്രത്യേകം പിടിക്കപ്പെടും, യാതൊരു സംശയമില്ല. എൻ്റെ കാട്ടുകള്ളൻ്റെ ഒപ്പമാണ് ഞാൻ എറിയപ്പെടുകയും ചെയ്യും. പിന്നെ അതിന് പറയുന്ന ഒന്ന്, പെണ്ണുങ്ങൾക്കും അവസരമുണ്ട്, കുട്ടികൾ ശിഷ്യത്തികളുണ്ട് അത്ര. ഇതിൽ വലിയ സംഭവമാണ്. നിങ്ങൾ മനസ്സിലാക്കിയായില്ലല്ലോ, ഭയങ്കര ദർസാ. പെണ്ണുങ്ങൾ വരെ വന്ന് ദർസിൽ കൂടാതാണ്. നിസ്കരിക്കാൻ പറ്റാത്ത നേരത്ത് വരെ ഈ ദർസിൽ ഇരിക്കാന്നാണ് വയ്ക്കി പറയും. എൻ്റെ കയ്യിലുണ്ട് സർവ്വ വോയിസും. കാരണം നിസ്കരിക്കാൻ പറ്റുന്ന സമയത്തും പറ്റാത്ത സമയത്തും ഒക്കെ ദർസിന് വന്നിരിക്കുക. ഇപ്പം അങ്ങോട്ട് ഇതിൽ പറയണേ, നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് പോലും ദർസിന് വന്നിരിക്കുക. അപ്പം ജനങ്ങൾ പഠിച്ചോനെ അങ്ങനെയൊക്കെ പറഞ്ഞേക്കണോ? അങ്ങനെ പറഞ്ഞോട്ടെ, അതിനെന്താ പ്രശ്നം? നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ദർസിനിരിക്കാലോ. നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തും ദർസിനിരിക്കുക, ക്ലാസ്സിന് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തും ഇരിക്കുക. നിസ്കാരം എന്നുള്ളത് വേറെ, ദർസ് എന്നുള്ളത് വേറെ, പഠനം എന്നുള്ളത് വേറെ. അപ്പോൾ പഠിക്കാൻ വേണ്ടിക്കൊണ്ട് അത് പിന്നെ ശുദ്ധിയില്ലാത്ത സമയത്തും വന്നിരിക്കുക പഠിക്കാൻ. മനസ്സിലായി എനിക്ക്? ഇജ്ജ് ആർക്കാണ് ഉണ്ടാക്കണത്? ഇജ്ജെൻ്റെ കോമാട്ട് എല്ലാം അധ്വാനം ഉണ്ടാക്കാൻ നോക്ക്. എന്നിട്ട് എല്ലാ വോയിസും അവൻ്റെ അടുത്ത് വന്നു, എൻ്റെ അടുത്ത് വോയിസ് അല്ല, ഇനി ഒന്നിച്ച് വന്നിക്കണ എന്താ? സ്വർഗത്തിലേക്ക് നമ്മൾ ഈ ഗ്രൂപ്പിനെ പ്രത്യേകം വിളിക്കുമ്പോൾ നമ്മുടെ ഭാര്യമാർ വേണ്ടേ? ഇതൊക്കെ പറഞ്ഞിട്ടും ഒരു മനുഷ്യനും അതിന് ജോയിൻ്റ് ആണില്ല. നിങ്ങളെ നൗഷോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ആൾക്കാർ ഏറിയിട്ടാണ് ഇപ്പം ഞങ്ങൾക്ക് എത്തിയിട്ടത്. ഓരോ ഫയലുകളും ഞങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ചെയ്തു കൊടുക്കാൻ കഴിയാത്തൊരൊറ്റ ബുദ്ധിമുട്ട്, ഭയങ്കര പ്രയാസമുണ്ട്. ഓരോ സൈറ്റും ഭയങ്കര തിരക്കായിട്ട് ബ്ലോക്ക് ആകുകയാണ്. അതെനിക്ക് വർത്താനം. സ്വർഗം ഷദ്ദാദിന്റെ സ്വർഗം ആൾക്കാർക്ക് അറിയണോ? ഷദ്ദാദ് സ്വർഗം ഉണ്ടാക്കിയില്ലേ? ആ സ്വർഗത്തിലെ എല്ലാം റെഡിയാക്കി, പക്ഷെ അതിന് കടക്കാനൊന്നും കഴിഞ്ഞില്ല. അതിന് മുമ്പ് ആള് മൗത്തായി പോയി. ഷദ്ദാദിന്റെ സ്വർഗത്തിലാണ് എൻ്റെ കോമാട്ടുചാലയിൽ അധ്വജുള്ളത്. ആ സ്വർഗത്തിൽ ഇജ്ജ് കിടക്കാൻ നോക്കും കേട്ടോ. ഇതല്ലേ നിങ്ങളെ സ്വർഗം? ആ സ്വർഗം വേണ്ടാന്ന് പൊതുജനത്തിനറിയാം. അവർക്കറിയാം ആരാ ശംസുലമന്റെ വഴിയിൽ എന്ന്. അവർക്ക് ശരിക്കറിയാം ആരാ ശംസുലുലമൻ്റെ വഴിയിൽ എന്നുള്ളത്. പൊതുജനത്തിന് ശരിക്കറിയാം. ശംസുലുലമൻ്റെ പിൻഗാമിയായി വന്ന ആളാണെന്ന് സയ്യിദുലുലമ സയ്യിദ് ജിഫിരി മുത്തുക്കോയത്തങ്ങൾ. സയ്യിദ് ജിഫിരി മുത്തുക്കോയത്തങ്ങൾ നിങ്ങളെ പറ്റി പറയുന്നത് കേട്ടുക്കണോ? അത് കേട്ടു. കള്ള തെരിയക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പല കള്ളന്മാരും ശേഖന്മാരായി ചമഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ കള്ളന്മാരൊപ്പം ഓരോ ശൈത്താനുണ്ടാവും. ഷെയ്ത്താനെ ഷെയ്ഖാക്കിയിട്ടല്ലേ കൊണ്ടുനടക്കണത് കുരുവട്ടൂരികൾ. ഇത് ജിഫിരി തങ്ങൾ ബാപ്പ പറഞ്ഞപ്പോൾ പറയണേ. അപ്പൊ ആ ശൈത്താൻ എന്താവുന്നറിയോ? അവരിലേക്ക് ആകർഷിക്കാൻ പറ്റിയതായ പലതും ശൈത്താൻ നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പൊ അങ്ങനെയുള്ളൂ. ഒരുത്തൻ്റെ അടുത്ത് നമ്മൾ ചെന്നാൽ അവൻ അവനെ പരിശോധിക്കാനാണ് നമ്മൾ പോടുന്ന നിൽക്കുക. എന്നാൽ നമ്മളെ ശൈത്താൻ അവന്റെ ഒപ്പമുള്ള ശൈത്താനിക്ക് വിവരം കൊടുക്കും. ഇതാ അവരടുത്തം വരുന്നുണ്ട്. ഈ ശൈത്താനിക്ക് വലിയൊരു ടെലികമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അവർക്ക് വലിയ വാർത്താ വിതരണ വകുപ്പും ഒക്കെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതെൻ്റെ ഓരോരുത്തർ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായത് കൊണ്ടാണ് ഇവരുടെ എല്ലാ കോമാളിത്തരം നടക്കുന്നത്. അതല്ലേ ജിഫ്രി തങ്ങൾ ബാപ്പ ഈ പറഞ്ഞത് യഥാർത്ഥാണ്, സത്യമാണ്. ഇത് കുരുവട്ടൂരികളിൽ കണ്ടുകൊണ്ട് വരുന്നുണ്ട്. ഇത് അന്നെ ഒരാൾ വരണുണ്ട്, ചെല്ലുമ്പോൾ തന്നെ അവൻ നെട്ടിച്ചാളെന്ന് പറയും. അപ്പം നമ്മൾ ചെല്ലിൻ്റെ മഴ നമ്മളോട് ചോദിക്കും, ഇന്നെ പരിശോധിക്കാൻ വന്നതല്ലേന്ന്. പിന്നെ നമ്മൾ ഇയാളേക്ക് തെരിയക്കത്ത് വാങ്ങിക്കൊണ്ടോ അല്ലെങ്കിൽ അയാളൊപ്പം കൂടുതൽ അയാളെ നമ്മൾ വിടൂല. കാരണം നമ്മളെ മനസ്സിലുള്ളതല്ലേ ഓൻ പറയണത്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഏത് പേച്ച വഴികളാണെങ്കിലും ആ വഴി കണ്ടില്ലേ, നമ്മളെ മനസ്സിലുള്ളതാണല്ലോ അവൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഓന് വിവരം കൊടുക്കുകയാണ് നൗഷാദിനെ പോലൊക്കെ തോലുകയൊക്കെ ശൈത്താൻ്റെതായ ശക്തമായ പ്രവർത്തനങ്ങളുണ്ടാവും, ശൈത്താനുണ്ടാവും. അപ്പൊ തെരിയക്കത്ത് അത് ശരിയാവുന്ന ഏത് തെരിയക്കത്തുകളുണ്ടോ ആ തെരിയക്കത്തുകളൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ടവരാണ്. അതോടുകൂടി പല കള്ളന്മാരും തെരിയക്കത്ത് എന്നുള്ള പേരിൽ വിലസുന്നുണ്ട് ഇവിടെ. അപ്പൊ അതുണ്ട് ആ വിലസൽ തന്നെയാണ് തങ്ങളാ പാപ്പ ഇവിടെ കാണുന്നത്. ഈ കോമാട്ടുചാലിൽ അതും നൗഷാദ് കുഞ്ഞേമതി ഓലി ബെൽസൽ തങ്ങളാ അപ്പൊ ഈ പറഞ്ഞത് സത്യമാണ്. അതന്നെ ആ ബെൽസൽ തന്നെയാണ്. ഇതിനെതിരിൽ നമ്മൾ അത് മനസ്സിലാക്കണം, നമ്മൾ ആളുകൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം. കാണുന്ന എല്ലാവരും ഒപ്പം തന്നെ പലരൊപ്പം ശൈത്താനുണ്ടാവും. അങ്ങനെ എല്ലാവരും ഒപ്പം കൂടാൻ പാടില്ല. അതുകൊണ്ടുള്ള റസൂൽ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ അത് വെച്ച് കൂടണ്ട. അങ്ങനത്തെ എല്ലാ കള്ളന്മാരെ കൂടെ കൂടുതലല്ല നമ്മൾ വേണ്ടത്. കണ്ടില്ലേ, കാണുന്ന കള്ളന്മാരൊപ്പം കൂടുതലല്ലേ നമ്മൾ വേണ്ടത്. നമ്മൾ അഖിലുസുന്നത്തി വൽ ജമാഅത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. ജിഫിരി തങ്ങൾ പാപ്പ പറയണത്. അപ്പം അത് കാട്ടുകള്ളന്മാരാണ്. വൈലത്തൂർ തങ്ങൾ പാപ്പ പറഞ്ഞാൽ അതന്നെയാണ് ജിഫിരി തങ്ങളും പറഞ്ഞത്. ഇത് കാട്ടുകള്ളന്മാരാണ്, പെരുങ്കള്ളന്മാരാണെന്നാണ് പറഞ്ഞത്. അള്ളാഹു പോലെ ഷെറിനെ തൊട്ട് കാക്കട്ടെ. ആമീൻ.